നമസ്കാരം. ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം. ആവശ്യം, അത്യാവശ്യം, അനാവശ്യം. നമ്മുടെ ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും ഈ 3 അളവുകോലിലൂടെ കടത്തിവിടണമെന്ന് പറയുന്നത് എന്താണ്? ഇന്നത്തെ ശുഭദിന ചിന്തയിലേക്ക്. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത്വേണി ഹെയർ എലിക്സിയർ. ആ നാട്ടിലെ അന്യായ പലിശക്കാരനാണ് അയാൾ. ഒരിക്കലൊരു വൃദ്ധ തൻ്റെ ആകെയുള്ള കൃഷിയിടം പണയം വെച്ച് അയാളിൽ നിന്നും കുറച്ച് പണം വാങ്ങി. വാങ്ങിയ തുകയേക്കാൾ കൂടുതൽ അടച്ചിട്ടും അയാൾ ആ ഭൂമി വിട്ടു നൽകാൻ തയ്യാറായില്ല. വൃദ്ധ കോടതിയിൽ പോയെങ്കിലും രേഖകളെല്ലാം അയാൾക്ക് അനുകൂലമായി മാറ്റിയതുകൊണ്ട് വൃദ്ധ അവിടെയും തോറ്റു. തന്നെ കൃഷിയിടത്തിൽ നിന്നും പുറത്താക്കാൻ വന്നപ്പോൾ അവർ ഒരു കാര്യം ആവശ്യപ്പെട്ടു: ഒരു ചാക്ക് മണ്ണ്. അയാൾ അത് സമ്മതിച്ചു. ഒരു ചാക്ക് നിറയെ മണ്ണ് നിറച്ചെങ്കിലും ആ ചാക്ക് പൊക്കിക്കൊണ്ടുപോകാൻ ആ വൃദ്ധയ്ക്ക് സാധിച്ചില്ല. അവർ അയാളുടെ സഹായം തേടി. ചാക്കിൽ മണ്ണ് നിറയ്ക്കുന്നതിന് മുൻപ് ഇതൊക്കെ ആലോചിക്കേണ്ടേ? അയാൾ ചോദിച്ചു. അപ്പോൾ വൃദ്ധ പറഞ്ഞു, ഈ മണ്ണ് മുഴുവൻ എൻ്റേതായിരുന്നു, പക്ഷേ ഒരു ചാക്ക് പോലും കൊണ്ടുപോകാൻ എനിക്ക് സാധിച്ചില്ല. നിങ്ങളുടെ ഭൂമി മുഴുവൻ മറ്റുള്ളവരുടെ വെട്ടിപ്പിടിച്ചതാണ്. മരിച്ചു പോകുമ്പോൾ നിങ്ങളിതെല്ലാം എങ്ങനെ കൊണ്ടുപോകും? അവരുടെ ചോദ്യം കേട്ട് അയാൾ തല താഴ്ത്തി. അത്യാവശ്യം, ആവശ്യം, അനാവശ്യം എന്നിങ്ങനെ 3 പടികളിലൂടെയാണ് ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ ഗോവണി കയറിയിറങ്ങുന്നത്. ചിലർ ഒന്നിലും തൃപ്തരാകില്ല. തൃപ്തരായാൽ തന്നെ അത് കൂടുതൽ മെച്ചപ്പെട്ടതായൊന്ന് കാണുന്നത് വരെ മാത്രം. ആവശ്യമുള്ളത് മാത്രമാണോ നമ്മൾ സ്വന്തമാക്കുന്നത്? സ്വന്തം അത്യാവശ്യങ്ങളും അന്യരുടെ അത്യാവശ്യങ്ങളും തിരിച്ചറിഞ്ഞ് രണ്ടിനെയും അംഗീകരിക്കാൻ ശ്രമിച്ചാൽ ആർത്തി ഒഴിവാകും. മാത്രമല്ല, അനാവശ്യമായതൊന്നും വലിഞ്ഞു കയറി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയുമില്ല. ശുഭദിനം.